പലതരത്തിലുള്ള, ഇപ്പം നേരത്തെ പറഞ്ഞു, പലതരത്തിലുള്ള പെയിനുകളെ ആസ്വദിച്ച് അല്ലെങ്കിൽ പെയിനുകളിൽ നിന്നൊരു പ്ലഷർ ഉണ്ടാക്കാനുള്ള ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ പെയിനിനെ നമ്മൾ വീണ്ടും 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 ഏതെങ്കിലും വിധേന ദേഷ്യപ്പെട്ടിട്ടോ വിഷമിച്ചിട്ടോ നിരാശയിലാക്കിയിട്ടോ ഇങ്ങനെ ഒരു ഉള്ളിലൊരു നീറ്റം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു സമാധാനമുള്ള വളരെ പീസ്ഫുൾ അന്തരീക്ഷത്തിൽ നിൽക്കാതിരിക്കാനായിട്ടുള്ളൊരു ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കും. ഒരു രക്ഷയില്ല വെച്ചാൽ നമ്മൾ മൊബൈലിൽ റീൽസോ അതൊക്കെ എടുത്ത് കാണും, നമ്മളെ അങ്ങോട്ട് ഇത്തിരി ഡിസ്റ്റർബ്ഡ് ആക്കും. ചിലപ്പോൾ ഭയങ്കര ഭയം തോന്നുന്ന വീഡിയോസൊക്കെ കാണും, അല്ലെങ്കിൽ ഭയങ്കര ഫൈറ്റ് സീനുകളൊക്കെ കാണും. വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ഒന്നിൻ്റെ ഒരു റിഫ്ലക്ഷൻ കാണാനായിട്ടാണ് നമ്മൾ ഈ ആഗ്രഹിക്കുന്നത്. അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും ഒരു കണക്ഷനും ഇല്ലാത്ത വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ അധികം ടോപ്പിക്കുകൾ നമ്മളിങ്ങനെ കണ്ടുപോകും. എങ്ങനെ സാധിക്കും ഒരു മനുഷ്യനത്? മനസ്സുകൊണ്ട് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും നമ്മൾ. ഒരു തവണ ഒരു പുഷ്പം വിരിയിക്കുന്നതിൻ്റെ വീഡിയോ കണ്ടു. നെക്സ്റ്റ് തന്നെ ഒരു ക്രൈം സ്റ്റോറി കണ്ടു. അതിൻ്റെ അടുത്ത റീലെന്ന് പറയുന്നത് ഒരു ഡാൻസ് കണ്ടു. അതിൻ്റെ അടുത്തതെന്ന് പറയുന്നത് സ്കൂളിൽ ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത സ്റ്റോറി എന്ന് പറയുന്നത് ഇപ്പോൾ മോഹൻലാലിൻ്റെ ഒരു ഭയങ്കര രസമുള്ളൊരു സീൻ കണ്ടു. ഇങ്ങനെ ഒട്ടും ബന്ധമൊന്നുമില്ലാത്ത അടുത്ത് ചിലപ്പോൾ കാണുന്നത് മറ്റേ മുർമു അദ്ദേഹത്തിൻ്റെ വീഡിയോ ആയിരിക്കും. അങ്ങനെ ഒരു ബന്ധമില്ലാത്ത ഒന്നിലേക്ക് മൈൻഡിന് ഇങ്ങനെ ചാടിച്ച് ഇതൊരു ഭയങ്കര സ്ട്രെയിനുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ അറിയുന്നില്ല. ഈ സ്ട്രെയിനൊക്കെ എടുക്കുന്നതിൽ നമ്മളൊരു പ്ലഷർ കാണുന്നുണ്ട്. ഇപ്പോൾ ഇപ്പോൾ ടീച്ചർ ഏതാ പഠിപ്പിക്കുന്നത്? ഈ ലാംഗ്വേജ് അല്ലാതെ ടീച്ചർക്ക് 1 മണിക്കൂർ മലയാളം പഠിപ്പിച്ചു, അടുത്തൊരു മണിക്കൂർ ഇംഗ്ലീഷ് പഠിപ്പിച്ചു, അടുത്തൊരു മണിക്കൂർ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ട് വരും. അടുത്ത ഒരു മണിക്കൂറിൽ കെമിസ്ട്രി പഠിപ്പിക്കുക എന്ന് പറയുന്നത് സ്ട്രെയിനാണ്. നെക്സ്റ്റ് മണിക്കൂറിൽ ബയോളജിയിലേക്ക് കിടക്കുക, അടുത്ത മണിക്കൂറിൽ ജിയോഗ്രഫിയിലേക്ക് കിടക്കുക എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെസ്സാണ്. പല വിഷയം ഒരാൾക്ക് ഒരേ സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബ്രെയിനിന് ഭയങ്കര കംഫേർട്ടാണ്. വളരെ കുറച്ച് എനർജി ചെലവഴിച്ചാൽ മതി. ഇപ്പോൾ മലയാളം തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷ് തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ അവർക്ക് സ്ട്രെയിനില്ല. പക്ഷേ പല വിഷയങ്ങൾ ഇങ്ങനെ മാറി ഒരേ ദിവസത്തിൽ തന്നെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഭയങ്കര സ്ട്രെയിനുള്ള ഒന്നായിട്ട് മാറും. പക്ഷേ ആ സ്ട്രെയിൻ എന്തുകൊണ്ടുണ്ടാകുന്ന ബ്രെയിനിന് ഭയങ്കര എക്സസ് ആയിട്ട് എനർജി അവിടെ ചെലവഴിക്കേണ്ടതായിട്ട് വരും. ഇതൊന്നുമായിട്ട് ബന്ധമേ ഇല്ല ടീച്ചർക്ക്. പക്ഷേ ഇതൊക്കെ ചെയ്യാനായിട്ട് ഒരു ദിവസം ടീച്ചറിൻ്റെ അടുത്ത് പറയുകയാണ്, ഇന്നതൊക്കെ മാറി പുതിയ വിഷയങ്ങളെക്കുറിച്ചിട്ട് ക്ലാസ്സുകൾ എടുക്കാനും പലതും ചെയ്യാൻ. ഇപ്പോൾ അടുത്ത് പറയുന്നു ഡാൻസ് ചെയ്യൂ, അപ്പോൾ ടീച്ചർ ഡാൻസ് ചെയ്യുന്നു. അടുത്തത് പറയുന്നു ഇനി കുറച്ച് കരാട്ടെ പോലെയുള്ള ഇത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും കുട്ടികൾ, അപ്പോൾ അത് ചെയ്യുന്നു. പക്ഷേ ഇതൊന്നും ടീച്ചറുമായി യാതൊരു ബന്ധമില്ലാത്തതാണ്. പക്ഷേ ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ബ്രെയിൻ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആവും. ഇതൊന്നും പറ്റായികയില്ല. പക്ഷേ ഇതൊന്നും നമ്മുടെ ശീലത്തിലുള്ളതേ അല്ല, അല്ലെ നമ്മുടെ ഒരു പാത്തിലുള്ളതല്ല, നമ്മുടെ ഒരു ഇൻട്രസ്റ്റിലുള്ളതല്ല. പലതും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വഴി ഭയങ്കരമായിട്ട് ക്ഷീണിക്കും. അതല്ലാതെ ടീച്ചർ ഇപ്പോൾ ലാംഗ്വേജ് മാത്രമാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നതെങ്കിലും ഒരു കുഴപ്പമില്ല. അപ്പോൾ അവിടെ നമ്മൾ ബ്രെയിനിന് ഒരു ട്രെയിൻ ചെയ്ത് വെക്കുന്ന ഒരു രീതിയുണ്ട്. നമ്മുടെ ഇൻട്രസ്റ്റ് ഇതാണ്, അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട ജോലി, ഇതായിരിക്കും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എന്നൊരു സാധനം നമ്മൾ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമാണ് മൊബൈലിൽ റീൽസൊക്കെ കാണുക എന്ന് പറയുന്നത്. നമ്മൾ വിചാരിച്ച ഒരു പ്രത്യേക വിഷയം മാത്രമല്ല വരുന്നുണ്ടായിരിക്കാം. അപ്പം അത് വാസ്തവം പറഞ്ഞാൽ നമുക്കറിയാം ഇതൊന്നും നമ്മുടെ ഇൻട്രസ്റ്റ് അല്ല എന്നൊക്കെ, എന്നാലും നമ്മൾ വെറുതെ കാണും. തമാശ വീഡിയോകൾ കാണുന്നു, പലതും കളിയാക്കുന്ന വീഡിയോസുകൾ കാണുന്നു, ഇൻഫോർമേറ്റീവായിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് ഒരു എത്തും പിടിയും കിട്ടില്ല. എന്താണ് ഇപ്പോൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്ര ഫാസ്റ്റായിട്ട് നമ്മുടെ ചിന്തയെ ഇങ്ങനെ അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കാനായിട്ട് നല്ല സ്ട്രെസ്സുണ്ട്. പക്ഷേ ആ സ്ട്രെസ്സിൽ നമ്മൾ സന്തോഷിക്കുന്നില്ലേ? ഇത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ വരുന്നത്, ഒരു പ്ലഷറല്ലേ? എങ്ങനെയാണ് അത് വരുന്നത്? ഇത്രയധികം എനർജി ആവശ്യമുള്ള അല്ലെങ്കിൽ ഇത്രയധികം സ്ട്രെസ് ഉണ്ടാക്കുന്ന ഈ ഒരു സംഭവം കാണുമ്പോൾ, ഇത്രയധികം റീൽസ് നമ്മളിങ്ങനെ ഓടിച്ച് കാണുമ്പോൾ എങ്ങനെ ഇത്രയധികം സന്തോഷം ഉണ്ടാകുന്നത്? കാരണം ഒരു പെയിൻ എടുക്കുന്നതിൽ നമ്മൾ പ്ലഷർ കണ്ടെത്തി തുടങ്ങുന്നു. പല വിധത്തിൽ നമ്മൾ ഈ ഒരു പെയിൻ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ പെയിനാണെന്ന് ഒരിക്കലും ഒരു മനുഷ്യൻ അറിയുന്നില്ല.